ഇനി ജീവിക്കണമെങ്കിൽ ചിലവ് ഇരട്ടിയാവുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റു പറയാനാവില്ല. കാര്യങ്ങളുടെ ഗതി അങ്ങനെയാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ സബ്സിഡി എണ്ണം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഒരു വർഷം സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്ന സിലിണ്ടറുകളുടെ എണ്ണം 9 നിന്നും 4 കുറച്ചിരിക്കുന്നത്. 14.2 കിലോഗ്രാം തൂക്കമുള്ള ഗാർഹിക സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്. നിലവിൽ ഒരു സിലിണ്ടറിന് 300 രൂപ നിരക്കിലാണ് കേന്ദ്ര സർക്കാർ ഉപഭോക്താക്കൾക്ക് സബ്സിഡി നൽകി വരുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ LPG വില കുതിച്ചുയരുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവ് മൂലം ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ യഥാർത്ഥ വില ഇപ്പോൾ 1600 രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ പൊതുമേഖല എണ്ണ കമ്പനികൾ നേരിടുന്ന കനത്ത സാമ്പത്തിക നഷ്ടം മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം. വിപണി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ എണ്ണ കമ്പനികൾക്ക് ഒരു ഗ്യാസ് സിലിണ്ടറിന് 700 രൂപയും പെട്രോൾ ലിറ്ററിന് 6 രൂപയും ഡീസൽ ലിറ്ററിന് 30 രൂപയും വീതം നഷ്ടം വരുന്നുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ M. ഖനൂജ പ്രതികരിച്ചു. അതേസമയം സബ്സിഡി വെട്ടിക്കുറച്ചെങ്കിലും മാർക്കറ്റ് വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഇപ്പോഴും ഒരു സിലിണ്ടറിന് 700 രൂപ നിരക്കിൽ പാചകവാതകം ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വില വർധനവ് പിന്നാലെ സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണവും പകുതിയിലധികമായി കുറച്ചത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവും പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ സാമ്പത്തിക നഷ്ടവും മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എണ്ണ കമ്പനികൾ നേരിടുന്ന കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം നൽകാൻ ഈ തീരുമാനം സഹായിക്കുമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും സബ്സിഡി നിരക്കിലുള്ള സിലിണ്ടറുകളുടെ എണ്ണം പകുതിയിലധികമായി വെട്ടിക്കുറച്ചതും പാചകവാതക വില വർദ്ധിപ്പിച്ചതും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിത ചെലവുകൾ ഗണ്യമായി ഉയർത്തും. ചുരുക്കത്തിൽ എണ്ണ കമ്പനികളുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്താനുള്ള സർക്കാരിന്റെ ഈ നീക്കം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ദോഷകരമായി ബാധിക്കുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്യും.